എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ വലിയൊരു ഉൽക്ക അത് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ഒരു കാട്ടിലേക്ക് പതിച്ച് അവിടെ മുഴുവനായിട്ടും ഇപ്പൊ കത്തി എരിഞ്ഞുകൊണ്ടേയിരിക്കും. അന്നു മുതൽ ആ ഒരു തീ അത് കെടാതെ കത്തിക്കൊണ്ടേയിരിക്കുമ്പോ അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. ഇവിടെ ഹൊക്കാഗയുടെ ഓഫീസിലേക്ക് സ്റ്റാർ വില്ലേജിന്റെ ഒരു ദൂതുമായിട്ട് ഒരു പ്രാവ് കടന്നു വരും. ആ ലെറ്റർ തുറന്നു നോക്കിയാ ഇപ്പൊ സ്റ്റാർ വില്ലേജിന് നമ്മുടെ വില്ലേജിന്റെ സഹായം ആവശ്യമാണ്. അത് വായിച്ച് ഹൊക്കാഗെ ആൻറ്റി ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും, ഹിഡൻ വില്ലേജ് ഓഫ് സ്റ്റാർ അത് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മാത്രമല്ല അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പനും സാക്കുറ ആവട്ടെ എന്തോ സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ സാക്കുറ പറയും, അടുത്ത മിഷന്റെ ലീഡർ നെജിയാണ് ഇപ്പൊ ഹൊക്കാഗെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് കേട്ട് കുട്ടപ്പൻ പറയും, ഹിഡൻ വില്ലേജ് ഓഫ് സ്റ്റാറിന്റെ മിഷൻ അല്ലേ, അതിന് ആ പൊട്ടനെയാണോ ടീം ലീഡറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്? ആക്ച്വലി ആ ഒരു ഗ്രാമം അത് വളരെ ചെറുതല്ലേ, അവരെല്ലാ ഗ്രാമങ്ങൾക്കും ഒരുപാട് മര്യാദ കൊടുക്കാറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. അതിന് സാക്കുറ 700 കൊല്ലങ്ങൾക്ക് മുൻപ് ആ ഗ്രാമത്തിലേക്കാണ് വലിയൊരു ഉൽക്ക വന്ന് വീണത്. ആ ഒരു ഉൽക്ക ഏകദേശം ഒരു നക്ഷത്രത്തെ പോലെയാണ്. അതുപയോഗിച്ചുകൊണ്ട് നിഞ്ച പവർ പോലും എൻഹാൻസ് ചെയ്യാൻ കഴിയും. അത് ആ ഗ്രാമത്തിലേക്ക് എത്തിയ അന്നു മുതലാണ് ആ ഗ്രാമത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഒരുപാട് പേര് ആ ഒരു നക്ഷത്രക്കല്ല് അടിച്ചു മാറ്റാനായി ശ്രമിച്ചു. പക്ഷെ ആർക്കും അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് കുട്ടപ്പൻ ചിന്തിക്കുക, എന്തുകൊണ്ട് ആ ഒരു മിസ്റ്റീരിയസ് പവർ അടിച്ചു മാറ്റാൻ ഒറോച്ചിമാറുവിന് വന്നുകൂടാ? കാരണം അത്തരത്തിലുള്ള എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനത് സ്വന്തമാക്കും. അതുകൊണ്ട് എനിക്കും ആ ഒരു മിഷനിൽ പങ്കുചേരണമെന്ന് പറയുമ്പോൾ സാക്കുറ പറയും, അതിന് ഓൾറെഡി ഷിനോബികളെ ഹൊക്കാഗെ അയച്ചു കഴിഞ്ഞു. അതിന് കുട്ടപ്പൻ ചിരിച്ചിട്ട് എന്റെ കയ്യില് അതിനൊരു അടിപൊളി ഐഡിയ ഉണ്ടെന്ന് അവളുടെ അടുത്ത് പറയും. കട്ട് ചെയ്ത ഇപ്പൊ ലീ, നെജി, ടെൻടൺ ഇവര് 3 പേരും ആ ഒരു മിഷന് വേണ്ടി ഹിഡൻ വില്ലേജ് ഓഫ് സ്റ്റാറിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് നമ്മുടെ കുട്ടപ്പനാവട്ടെ അവരുടെ മുൻപിലേക്ക് ചാടി വീണിട്ട് യാഹൂ ഞാനും എത്തിയേ എന്ന് പറഞ്ഞ് അവരുടെ മുൻപിൽ ഓടാൻ തുടങ്ങും. കുട്ടപ്പനെ കണ്ട് അവര് 3 പേരും ഇപ്പൊ വണ്ടടിച്ചു പോവും. കട്ട് ചെയ്ത ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിയാവട്ടെ അവൾ ഓടി വന്ന് ഹൊക്കാഗയോട് പറയും, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇപ്പൊ കുട്ടപ്പനും ആ ഒരു പുതിയ മിഷനിൽ ചേർന്നു. അതിന് ഹൊക്കാഗെ ആന്റി പറയും, ഞാനാണ് അവന് പോവാൻ പെർമിഷൻ കൊടുത്തത്. ഇവര് 4 പേരും ചേർന്ന ആ ഒരു ടീമാണ് കട്ടബൊമ്മൻ ഗോൾഡ് മൈനിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് മിഷൻ സക്സസ് ആക്കിയത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ ഇപ്പൊ കുട്ടപ്പനെ അയച്ചതെന്ന് പറഞ്ഞ് അവള് തിരിയുമ്പോഴായിരിക്കും ഹൊക്കാഗയുടെ വായില് ഇപ്പൊ ഒരുപാട് സ്വീറ്റ്സ് കാണുക. അപ്പൊ അസിസ്റ്റന്റ് ചേച്ചിക്ക് പിടികിട്ടും, മൊട്ടായി കൊടുത്ത് മയക്കിയിട്ടാണ് ഇപ്പൊ കുട്ടപ്പൻ ആ ഒരു ടീമിൽ ചേർന്നതെന്ന്. കട്ട് ചെയ്താ ഇപ്പൊ കാടിന്റെ നടുക്ക് ഒരുപാട് മഞ്ഞു മൂടിയ ഒരു പ്രദേശം കാണിക്കും. അതിന്റെ ഒത്ത നടുക്കാണ് ആ ഒരു സ്റ്റാർ വില്ലേജ്. ആ ഒരു സ്റ്റാർ വീണ അതേ സ്ഥലത്ത് തന്നെ ഇപ്പൊ വലിയൊരു ബിൽഡിംഗ് കെട്ടി ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലായിട്ട് ഇപ്പൊ ആ സ്റ്റാറിന് ചുറ്റും ഒരുപാട് പേരിരുന്ന് അവരുടെ ചക്ര പോയിന്റ്സ് ഒക്കെ ഇപ്പൊ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂടെയുള്ള ഒരാൾക്ക് മാത്രം ആ ഒരു പവർ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പൊ അവരുടെ ഗ്രാമത്തിലെ ഹൊക്കാഗെ അവിടേക്ക് കയറി വന്ന് അവന് സുഖമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറയും. കട്ട് ചെയ്ത അതേസമയം കുട്ടപ്പനും ടീംസും ആവട്ടെ ഇപ്പൊ ആ വില്ലേജിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. വാവ്, അടിപൊളി വില്ലേജ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ മലയൊക്കെ ചാടി ഇറങ്ങി ഇപ്പൊ സ്റ്റാർ വില്ലേജിനെ ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് കുതിക്കും. കുട്ടപ്പൻ ഒന്നും അറിയാതെ ഇപ്പൊ ചാടിക്കൊണ്ടിരിക്കുമ്പോ ഒരമ്പ് അത് പറന്നു വന്ന് ഇപ്പൊ കുട്ടപ്പന്റെ തൊട്ടടുത്ത് അങ്ങനെ കൊണ്ടുകയറും. കുട്ടപ്പൻ ഉടനെ ആളെ കണ്ട് ഇപ്പൊ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കത്തികൾ എടുത്ത് വലിച്ചങ്ങോട്ട് എറിയും. പക്ഷെ മുഖംമൂടിയിട്ട ആ വില്ലനാവട്ടെ അവന്റെ സ്റ്റാർ പവർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടപ്പൻ എറിഞ്ഞ കത്തികളെല്ലാം തന്നെ ഇപ്പൊ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. കുട്ടപ്പനാവട്ടെ ഇപ്പൊ കലി കയറി അവന്റെ ക്ലൗൺസിനെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ നമ്മുടെ ലീയും നെജിയും കിബയും ഇപ്പൊ കറക്റ്റ് ആയിട്ട് 2 ടീമിന്റെയും ഇടയ്ക്ക് കയറി നിന്ന് ഞങ്ങൾ ലീഫ് വില്ലേജിൽ നിന്ന് വന്നവരാണെന്ന് ഇപ്പൊ മാസ്ക് മാനോട് പറയും. ആക്ച്വലി ഈ ഒരു മാസ്ക് മാൻ നമ്മുടെ ആൾക്കാരെ സ്റ്റാർ വില്ലേജിലേക്ക് വളരെ സേഫായി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവനാണ്. അത് കേട്ട് കുട്ടപ്പൻ പിന്നെ എന്തിനാ ഇവൻ എന്നെ അമ്പ് വെച്ച് അറ്റാക്ക് ചെയ്തത്? അപ്പൊ നെജി ആവട്ടെ ഇപ്പൊ ഒരു പ്രാവ് അതുവഴി പറന്നുപോയി അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇടത്തേക്ക് അത് പറന്നടുക്കുന്നതായിട്ട് കാണിച്ചു കൊടുക്കും. അത് ആ മഞ്ഞ പുകയുടെ തൊട്ടടുത്തെത്തുമ്പോ തന്നെ ചത്ത് താഴേക്ക് വീഴും. അത് മാത്രമല്ല അവിടെ ഒരുപാട് മൃഗങ്ങള് ചത്ത് കിടക്കുന്നതായിട്ട് ഇപ്പൊ കുട്ടപ്പൻ കാണും. അപ്പൊ നെജി പറയും, അത് ആക്ച്വലി ഒരു വിഷപ്പുകയാണ്, നീ അവിടേക്ക് പോകാതിരിക്കാൻ അവൻ അമ്പ് ചെയ്ത് നിന്നെ തടഞ്ഞതാണെന്ന് ഇപ്പൊ നെജി പറയും. അപ്പൊ മാസ്ക് മാൻ സുമർ പറയും,
ആക്ച്വലി ഞാൻ അവനെ രക്ഷിച്ചതൊന്നുമല്ല. ഞാൻ എൻ്റെ കടമ, എൻ്റെ ജോലി അത് കൃത്യമായി ചെയ്തതാണ്. നമ്മുടെ കുട്ടപ്പന് അത് തീരെ പിടിക്കാതെ ഇപ്പൊ അവന്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ മാസ്ക് മാൻ ആവട്ടെ നമ്മുടെ ആൾക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് അവന്റെ ഗ്രാമത്തിലേക്ക് പോകും. നമ്മുടെ എല്ലാ ആൾക്കാരും ഇപ്പൊ അവിടുത്തെ ഹൊക്കാഗയുടെ അടുത്തെത്തുമ്പോ ഹൊക്കാഗ പറയും, ആക്ച്വലി ഞാൻ ഈ ഗ്രാമത്തിന്റെ ഒരു പെർമനന്റ് ഹൊക്കാഗ അല്ല. 3 കൊല്ലങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഹൊക്കാഗെ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാനിവിടെ ഒരു ടെമ്പററി ഹൊക്കാഗെ ആയിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അത് കേട്ട് നമ്മുടെ മാസ്ക് പയ്യൻ തീർച്ചയായിട്ടും ഞാനും വലുതാവുമ്പോ ഒരു ഹൊക്കാഗെ ആകുമെന്ന് പറയും. അത് കേട്ട് ഹൊക്കാഗെ, ആദ്യം നീ പുറത്തു പോയി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യ്, എന്നിട്ട് പിന്നെ നമുക്ക് ഹൊക്കാഗെ ആകാന്ന് പറയുമ്പോ അവനാവട്ടെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ പുറത്തേക്ക് ഓടും. അത് കേൾക്കേണ്ട താമസം കുട്ടപ്പനും ചാടി എഴുന്നേറ്റ് ഞാനും ഉണ്ട് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് അവന്റെ പുറകെ തന്നെ ഓടും. അതിനിപ്പോ നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ അവരോട് സോറി ചോദിക്കും. അവൻ എപ്പോഴും അങ്ങനെയാണ്, എന്താ എപ്പോഴാ പറയേണ്ടതെന്ന് അവൻ അറിയില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ ഗ്രാമത്തില് ഒരു ഷിനോബി പോലും ഇല്ല. ഞങ്ങൾ എല്ലാവരും ഇത്രയും കാലം ആ ഒരു സ്റ്റാറിന്റെ പവർ വെച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാറിന്റെ പവർ കൊണ്ട് ഒരു വലിയ ഗ്രാമമായിട്ട് മാറും. ഈ സ്റ്റാറിന്റെ പവർ ഒരുപാട് പേർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് പേര് ഈ സ്റ്റാറിനെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പൊ അതേസമയം കുട്ടപ്പനാവട്ടെ ആ ഒരു മാസ്ക് പയ്യന്റെ പുറകെ തന്നെ പോയി അവനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. നിനക്കെന്താടോ ഒരു മൈൻഡ് ഇല്ലാത്ത, നിന്റെ പേരെന്താണെന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ അതിനാവും പറയും, എന്റെ പേര് സുമറു. ഈ സുമറു എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിന്റെ പേരാണ്. ഇതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ഓരോ നക്ഷത്രങ്ങളുടെ പേരാണ്. എന്നിട്ട് പതിയെ പതിയെ അവനിപ്പോ അവന്റെ ഗ്രാമത്തെക്കുറിച്ച് പറയാൻ തുടങ്ങും. ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത് ആ ഒരു സ്റ്റാറിന്റെ പവറിലാണ്. അത് കേട്ട് കുട്ടപ്പൻ പറയും, എനിക്ക് നിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്റ്റാറിന്റെ എനർജി കിട്ടി വീണ്ടും എന്റെ പവർ കൂട്ടണം. അതിനാ മാസ്ക് പയ്യൻ പറയും, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. നിന്നെയെന്നല്ല ആരെയും എനിക്ക് വിശ്വാസമില്ല. കാരണം എല്ലാവർക്കും വേണ്ടത് ഞങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സ്റ്റാറാണ്. ആ ഒരു സ്റ്റോണ് അതാരെങ്കിലും അടിച്ചു മാറ്റുകയാണെങ്കിൽ ഈ വേൾഡിൽ തന്നെ ഏറ്റവും പവർഫുള്ള് അവരായിരിക്കും. അത് കേട്ട് കുട്ടപ്പന് ഇപ്പൊ ഒരുപാട് സംശയങ്ങൾ വരും. അപ്പൊ വേറെ ആൾക്കാർക്ക് ആ ഒരു സ്റ്റാറിന്റെ പവർ അബ്സോർബ് ചെയ്യാൻ കഴിയോ? അതിലൂടെ എന്തൊക്കെ പവർ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നിങ്ങനെ ഒരുപാട് ചോദ്യം ചോദിക്കുമ്പോ അതിന് മുഖംമൂടി പയ്യൻ ടെൻഷനായിട്ട്, എനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, ആർക്കും അത്ര എളുപ്പത്തില് അതിന്റെ പവർ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. ചില പ്രത്യേക ഗണത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ പവർ എടുക്കാനായിട്ട് കഴിയൂ. അതിന്റെ പവർ അത് പ്രവചനാതീതമാണ്. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിന്റെ പവർ എല്ലാം തന്നെ അബ്സോർബ് ചെയ്ത് ഉറപ്പായിട്ടും ഈ ഒരു ഗ്രാമത്തിന്റെ ഹൊക്കാഗെയായി മാറുന്നു പറയുമ്പോ കുട്ടപ്പൻ ചിരിച്ചിട്ട് പറയും, ഞാനും നിന്നെ പോലെ തന്നെയാണ്. എനിക്കും ഒരുപാട് പവർ കിട്ടി എന്റെ ഗ്രാമത്തിലെ ഹൊക്കാഗെയായി മാറാനാണ് എന്റെയും ശ്രമം. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ കുശലൊക്കെ പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് ഹായ് ആയിട്ട് നടന്നു വരുമ്പോ ദൂരെ ലോങ് ഷോട്ടിലായിട്ട് ഒരു മുഖമൂടിയിട്ട വേറൊരുത്തൻ, അവൻ ആ സ്റ്റാർ വീണ സ്ഥലം അതങ്ങനെ തന്നെ നോട്ടീസ് ചെയ്ത് ഇപ്പൊ ആ ബിൽഡിങ്ങിലേക്ക് പതിയെ കയറി വരും. അപ്പൊ അവൻ കാണും ഇപ്പൊ ആ സ്റ്റോണിന് ചുറ്റും ഇരുന്ന് ഒരുപാട് പേര് അതിന്റെ പവർ അബ്സോർബ് ചെയ്യുന്നത്. അവൻ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവിടെ ചുറ്റിയിരുന്ന എല്ലാവരും കത്തിയുമായിട്ട് അവനെ റൗണ്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ കഥയൊക്കെ പറഞ്ഞ് ആ സ്റ്റാർ വീണ സ്ഥലം അത് ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും കുട്ടപ്പൻ ഇപ്പൊ ആവേശം കയറി, വേഗം വായോ, എനിക്ക് ആ സ്റ്റാർ കാണണമെന്ന് പറയും. അതിനവൻ പറയും, സോറി, നിനക്കറിയാൻ പാടില്ല പൊന്നെ, ഞങ്ങൾക്കൊരിക്കലും മറ്റുള്ള ഗ്രാമത്തിൽപ്പെട്ടവർക്ക് ആ ഒരു സ്റ്റാർ കാണിച്ചു കൊടുക്കാനുള്ള അധികാരമില്ല. അതിന് കുട്ടപ്പൻ, നിങ്ങൾ ഒരിക്കലും ആ ഒരു സ്റ്റാർ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കില്ല. അതിന്റെ അടുത്തേക്ക് പോകാനും നിങ്ങൾ സമ്മതിക്കില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യും? അപ്പൊ കുട്ടപ്പൻ പുറത്ത് ആ ഒരു മാസ്ക് മാൻ സ്റ്റാറും അടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് കാണും. കുട്ടപ്പൻ ചിരിച്ചിട്ട് പറയും, നീ ആദ്യം നിന്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പറ്റിയോ നോക്ക്, ഞാൻ ആ സ്റ്റാറുമായിട്ട് തിരികെ വരാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ കള്ളന്റെ പിന്നാലെ ഓടും. ഇപ്പൊ സുമറു പയ്യൻ ആ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുമ്പോ അവിടെയുള്ള എല്ലാവരും ഇപ്പൊ മയങ്ങി കിടക്കുന്നതായിട്ട് അവൻ കാണും. അപ്പൊ അവൻ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ ആ ഒരു മയക്കത്തിൽ നിന്ന് ഇപ്പൊ പതിയെ എഴുന്നേൽപ്പിക്കും. ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ചുകൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ ആ ഒരു കള്ളൻ ആ ഒരു സ്റ്റാറിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബീസ്റ്റ് ആയിട്ട് തീരും. അപ്പൊ കുട്ടപ്പനും ക്ലൗൺസും ഇപ്പൊ ഒരുപാട് കത്തിയും ചുറ്റികയും എല്ലാം തന്നെ അവന് നേരെ കറക്കേറിയും. ബീസ്റ്റ് ആവട്ടെ അതിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ കുട്ടപ്പനിട്ട് ഒരൊറ്റ അടി, ആ ഒരു അടി കിട്ടി അവൻ തെറിച്ചു പോയി വീഴുമ്പോ സുമറു ആവട്ടെ കുട്ടപ്പന്റെ പേരും വിളിച്ച് അവിടേക്ക് ഓടി വരും. സുമറുവെ കണ്ട ഉടൻ ആ ഒരു കള്ളനാവട്ടെ അവിടുന്ന് ഹായ് ആയിട്ട് ഇപ്പൊ പറന്ന് ദൂരേക്ക് പോവും. നറൂട്ടോ കുട്ടപ്പൻ അവനോട് പറയും, നീ ഉപയോഗിച്ച അതേ ജിപ്സു ആണ് അവനും ഇപ്പൊ ഉപയോഗിച്ചത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക
സ്റ്റാർ വില്ലേജിൽ തന്നെയുള്ള ഏതോ ഒരുവനാണ് അതിപ്പോ അടിച്ചു മാറ്റിയത്. അപ്പൊ കുട്ടപ്പനെ നോക്കി ഇപ്പൊ സുമറ് പറയും, നിന്നെ വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ സ്റ്റാർ അതിപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും, തീർച്ചയായിട്ടും ആ ഒരു കള്ളനെ കണ്ടുപിടിച്ച് അവന്റെ ചന്തിക്ക് തന്നെ 4 അടിയും കൊടുത്ത് ആ ഒരു സ്റ്റാർ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇപ്പൊ അടിച്ചു പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.